ഗ്രാസിൽ പൂവുണ്ടാകുന്നത് ഇത് കട്ട് ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ഇത് പെട്ടെന്ന് വലുതാകുന്നുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലൊക്കെ ആയിരിക്കും ഇതിലിങ്ങനെ പൂവ് വരുന്നത്. ബാക്കി കട്ട് ചെയ്യാത്ത ബോർഡർ ഗ്രാസിൽ അധികം അങ്ങനെ പൂവ് ഉണ്ടാകുന്നില്ല. ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്കെന്തോ അങ്ങനെ തോന്നി കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, നല്ല കാറ്റും നല്ല മഴയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലിപ്പൂ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസമായി പൂ നിൽക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമില്ല. കാറ്റും മഴയും അങ്ങനെ ആയതുകൊണ്ട് ഒന്ന് ചാഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ അതിന് മാറ്റമൊന്നുമില്ല. ഗാർഡനിൽ ഇറങ്ങി കട്ട് ചെയ്യേണ്ട വല്ല ചെടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുവാണ്. പിന്നെ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കോളിസ് പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റി, 1-2 വെറൈറ്റി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ എനിക്കിങ്ങനെ കിള്ളി ഇങ്ങനെ കളയാൻ തോന്നുന്നു. അങ്ങനല്ല, ഒരു ഇഷ്ടം കൊണ്ട്. അപ്പം ഇതിപ്പം ഒരുപാട് വലുതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഹൈറ്റ് കുറച്ച് നിർത്തുവാണെങ്കിൽ വീണ്ടും കൂടുതൽ ബ്രാഞ്ചസ് വരും. അപ്പോൾ ഒന്നുകൂടെ നല്ലതാവുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു ചട്ടിയിലേക്കൊന്ന് മാറ്റണം. അതുമാത്രമല്ല, ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് വേറെ ചട്ടികളിലോട്ടൊക്കെ മാറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെടി പോയാലും നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു സ്റ്റോക്ക് കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് കുറച്ചൊന്ന് അതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് കുറച്ചു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ഇതാണ് അതിൻ്റെ ഭംഗി പോയോ എന്നുള്ളത്. പക്ഷേ ഒന്ന് രണ്ടല്ല, ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൽ പുതിയ ബ്രാഞ്ചസൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ ഇത് ഞാൻ വേറൊരു ചട്ടിയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓൾറെഡി അതിനകത്തൊരു റോസക്കം ഉണ്ടായിരുന്നു കേട്ടോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറ്റിയില്ല. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത കോളിസ് പ്ലാന്റിൻ്റെ കട്ട് ചെയ്തെടുത്ത മുഴുവൻ കമ്പുകളും നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ നല്ല തിക്കായിട്ട് വരുവേ. അങ്ങനെ ഈ ഒരു ഏരിയയിലാണ് നമ്മളത് വെച്ച് കൊടുത്തത്. ഇവിടെ ഫുള്ള് പച്ചയും വൈറ്റുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു റെഡിൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ആ ഗ്രീനും വൈറ്റുമായിട്ട് നിന്നതാണോ നല്ലത്, അതോ ഇത് വെച്ചപ്പം നല്ലതായോ അതോ ബോറായോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.